ഹലോ, ഇതാണ് കൊയിലാണ്ടിയിലെ മനയടത്ത് പറമ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അന്നപൂർണേശ്വരി ദേവിയാണ്. ഇവിടെയുള്ള മനയടത്ത് തറവാടായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന് മനയടത്ത് അന്നപൂർണേശ്വരി ക്ഷേത്രം എന്ന് പേര് വന്നത്. ഭക്ഷണം, ധാന്യം, ഐശ്വര്യം എന്നിവയുടെ അതിദേവതയാണ് പാർവതി ദേവിയുടെ രൂപമായ അന്നപൂർണേശ്വരി. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അരിയുടെ ചാക്കൊക്കെ ആൾക്കാർ വഴിപാടായിട്ട് കൊടുക്കാറുണ്ട്. ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് കൊടിയേറി കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവും കേട്ടോ. തിരുവാതിരക്കളി, ഡാൻസ്, ഗാനമേള, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. അന്ന് മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ ഉണ്ടാവുക. ലാസ്റ്റ് ദിവസമാണ് ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നിട്ട് ഇവിടെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഈ ഒരു തരത്തിലുള്ള താലപ്പൊലിയാണ്. ഒരുപാട് സ്ത്രീകൾ താലം തലയിൽ വെച്ചിട്ടാണ് താലപ്പൊലീൻ്റെ കൂടെ നടന്നു വരിക. ആ ഒരു സമയത്തെ കാഴ്ച നല്ല ഭംഗിയുള്ളതാട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. ആ ഒരു സമയത്ത് ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള എല്ലാ ലൈറ്റും ഇവർ ഓഫ്. താലപ്പൊലി എഴുന്നള്ളിപ്പിൻ്റെ കൂടെ ആനകളും ഉണ്ടാവും കേട്ടോ. ശ്രീദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിടിയാനേൻ്റെ മുകളിലാണ് തിടമ്പ് കയറ്റുക. കൂടെ കൊമ്പന്മാരുണ്ടാവും കേട്ടോ. താലപ്പൊലി 3 പ്രാവശ്യം വലം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തായമ്പകയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് തിറകൾ തുടങ്ങുക. ഇതിന് ശേഷം പുലർച്ചെ സമയത്ത് ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഗുരുതി സമർപ്പണം കൂടി നടത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.